ഹായ്, സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് സെൻസർ, അതേപോലെ എന്താണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, അതിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെൻസർ എന്നുള്ള ടേമുമായിട്ട് പരിചയം ഉണ്ടാവില്ല ഓൾറെഡി, അല്ലെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്തായാലും. കാരണം ഇന്നത്തെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് രീതിയിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് എന്ത് സെൻസേഴ്സ് എന്ന് പറയുന്നത്. സെൻസേഴ്സ് എന്താണ് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ സെൻസർ? അറിയോ? സെൻസർ മീൻസ് എന്തെങ്കിലും ഒരു ഫിസിക്കലി ഉള്ള ഫിനോമിന, അതായത് എൻവിറോൺമെന്റിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു ഫിനോമിന ഒരു ഡിവൈസ് ഡിറ്റക്ട് ചെയ്യുക, അത് ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് അല്ലെങ്കിൽ മെഷീൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിനെയാണ് സെൻസർ എന്ന് സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ ഹ്യൂമൻ്റെ കേസ് ഉണ്ട് എടുക്കുക. നമുക്ക് ഒരുപാട് സെൻസേഴ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? നോസ് അല്ലേ, മണം അറിയാൻ വേണ്ടിയിട്ട്, അതേപോലെ ഇയേഴ്സ് ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട്, ടങ്സ് രുചി അറിയാൻ വേണ്ടിയിട്ട്, ഐസ് അല്ലേ കാണാൻ കാഴ്ചക്ക്, അതുപോലെ സ്കിന്ന് നമുക്ക് ഹീറ്റ്, അതേപോലെ എല്ലാ കോൾഡൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് സെൻസേഴ്സ് നമുക്കുണ്ട്. സെൻസർ എന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ? നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ, ഈ വേൾഡിലുള്ള എൻവയോൺമെൻറ്റിലുള്ള നമുക്ക് ആവശ്യമുള്ളതും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും സെൻസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി തരാം അല്ലേ? കാണാൻ, കേൾക്കാൻ, അതുപോലെ രുചി അറിയാൻ ഒക്കെ നമുക്ക് പറ്റുന്നത് എന്താണ്? ഈ സെൻസേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാണ്. ഇതേപോലെ തന്നെ ഉള്ള നമ്മൾ എൻവിറോൺമെൻറ്റിൽ നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതായത് ഇപ്പം എനിക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ അറിയണം, റൂമിൽ ടെമ്പറേച്ചർ അറിയണം. അത് എനിക്കിപ്പം എത്ര ഉണ്ടെന്ന് കറക്റ്റ് അറിയാൻ പറ്റും? ഇല്ല അല്ലേ? നമുക്ക് ടെമ്പറേച്ചർ എന്നുള്ള സാധനത്തിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നല്ലാതെ, കുറച്ച് ചൂടുണ്ട്, കുറച്ച് ചൂട് കുറവുണ്ടെന്ന് പറയാമെന്നല്ലാതെ എത്രയാണ് കറക്റ്റ് ടെമ്പറേച്ചർ എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സെൻസേഴ്സ് ഡെവലപ്പ് ചെയ്തു, കുറച്ച് മെഷീൻസ് ഡെവലപ്പ് ചെയ്തു, സെൻസിങ് ഡിവൈസസ് ഡെവലപ്പ് ചെയ്തു. ആ സെൻസിങ് ഡിവൈസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻവിറോൺമെന്റിലുള്ള ഇങ്ങനത്തെ ഫിലോമിനൻസ് ഡിറ്റക്ട് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹ്യൂമണിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു റീഡബിൾ ഫോമിലേക്ക് മാറ്റും. ഓക്കെ, അതായത് എൻവിറോൺമെന്റിലെ ഇപ്പം ഹീറ്റ്, ഒരു നമ്മുടെ ടെമ്പറേച്ചർ അളക്കുന്ന സാധനം അല്ലേ, പനിയൊക്കെ ചെക്ക് ചെയ്യുന്നത്, ഹീറ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സെൻസർ ഉണ്ടാവും. ആ സെൻസറിൽ നമ്മൾ ഹീറ്റ് ചെക്ക് ചെയ്യുന്നു. ഹീറ്റ് ചെക്ക് ചെയ്തിട്ട് അത് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റും അല്ലേ? ഒന്നെങ്കിൽ മെർക്കുറിൻ്റെ ആ ട്യൂബ് കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? അത് പോകും, അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിവൈസുകൾക്കാണ് നമ്മൾ എന്ത് പറയുക? സെൻസേഴ്സ് എന്ന് പറയാം. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഏരിയ നിങ്ങൾ നോക്കിയിട്ടുണ്ട് എത്ര ഉണ്ടെന്നുള്ളത്? ഒരുപാട് സ്ഥലത്തുണ്ട് അല്ലേ? ഇന്ന് ഒട്ടുമിക്ക സ്ഥലത്തുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ട് സെൻസേഴ്സ് അല്ലേ? അതായത് മൂവ്മെൻറ്റ് കാണിക്കാനുള്ള സെൻസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടച്ച് അല്ലേ, നിങ്ങളുടെ ബയോമെട്രിക് സെൻസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ എ സി എടുത്ത് നോക്കുക അല്ലേ? ആ എ സി ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യും? അത് വർക്കിംഗ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, ആ സെൻസ് ചെയ്യുന്നുണ്ട്, ഒരു സെൻസറാണ്. ഇനി അതല്ല, നിങ്ങൾ കാർ അല്ലേ, ഒരു കാറൊക്കെ എടുത്ത് നോക്കുക. കാറിനുള്ളിൽ കയറി ഒരുപാട് സെൻസേഴ്സ് കാണാം അല്ലേ? നിങ്ങളിപ്പം ഡ്രൈവിംഗ് കീട്ട് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ കാണാം ഡോർ ഓപ്പൺ ആണോ അല്ലെന്നുള്ള സെൻസ് ചെയ്യാം. അതുപോലെ ടെമ്പറേച്ചർ, ഹീറ്റിലെ എൻജിൻ ഹീറ്റ്, അതുപോലെ ഓയിൽ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സെൻസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ, ഡീസൽ ഇൻഡിക്കേഷൻ, ഇതൊക്കെ ഒരുപാട് സെൻസേഴ്സ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഇപ്പം റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ റിവേഴ്സ് സെൻസേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് സെൻസർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോൾ എന്തിനാണ് ഈ സെൻസർ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറൊക്കെ പഠിക്കുന്നതെന്നുള്ളത് അല്ലേ? അപ്പം ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളായിട്ട് ഏറ്റവും അധികം ഒത്തുപോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സെൻസർ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ഡോറൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെൻസറിനെ പറ്റി ഒരു ബേസിക് ധാരണ ഉണ്ടായാൽ അതിന് അക്കോമഡേറ്റ് ചെയ്യില്ല, അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ബാക്ക് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ബാക്ക് പ്രോഗ്രാംസ് ഒക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെൻസേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇത് പഠിക്കുന്നതോട് നിങ്ങൾക്ക് ഉണ്ട്, അതൊന്ന് നെക്സ്റ്റ് ഓർത്ത് വെക്കാം. അപ്പം സെൻസർ എന്താണെന്നാണ് ഞാനിപ്പം പറഞ്ഞത് അല്ലേ? സോ ഇറ്റ് ഫിനോമിന, എന്തെങ്കിലും എൻവിറോൺമെന്റിൽ ഒരു ഫിനോമിന ഡിറ്റക്ട് ചെയ്യുന്നു, അതിനെ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റുന്നു. അപ്പം ഒരു ഫോം ഓഫ് എനർജിനെ വേറൊരു രീതിയിലേക്ക് മാറ്റാൻ, മോസ്റ്റ് പ്രോബബ്ലി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുക? സെൻസേഴ്സ് ഇതെല്ലാം അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് ഡോറ്, ഇവിടെ ഒരു ഡോർ ഉണ്ടെന്ന് വിചാരിക്കാം.
ഇതൊരു ഓട്ടോമാറ്റിക് ഡോറാണ് ഇവിടെ ഉള്ളത്. ഒരാൾ നടന്നു വരുന്നു. അപ്പോൾ അയാൾ ഏകദേശം ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയും. ഇവിടെ ഒരു ഇൻഫ്രാറെഡ് ഉണ്ടാവും, അത് ഒരു നിശ്ചിത അകലം വരെ പോകുന്നുണ്ടാവും. അപ്പോൾ ആരെങ്കിലും വരുമ്പം ഈ ഒരു ഡിസ്റ്റൻസ്, അതിൻ്റെ ത്രെഷോൾഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന് പോകുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ദേഹത്ത് തട്ടി ഈ സാധനം തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ അഗൈൻ ഒരു നമ്മൾ സെൻസർ വെക്കും തിരിച്ചു വരുന്ന ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഈ ഡോർ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, മെഷീൻസ് യന്ത്രം വെച്ചിട്ട് എന്ത് ചെയ്യും, മോട്ടോർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഡോർ ഓട്ടോമാറ്റിക്കലി തുറന്നു കൊടുക്കും. ഇങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഏരിയയുള്ള സാധനമാണ് സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസർ എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ ആണ് ഇപ്പോൾ തന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ടേമാണ് ട്രാൻസ്ഡ്യൂസർ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ സെൻസർ പോലെ തന്നെയാണ്, ഏകദേശം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈക്ക് നിങ്ങളൊരു പബ്ലിക് അഡ്രസ്സിങ് സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മൈക്രോഫോണും അതേപോലെ ഒരു ലൗഡ് സ്പീക്കറൊക്കെ എടുത്ത് നോക്കാം അല്ലേ? ട്രാൻസ്ഡ്യൂസർ രണ്ടാമത്തത്. സോ ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഫോം ഓഫ് എനർജി ഫ്രം വൺ ഫോം കൺവേർട്ട് ഇൻ ടു എനർജി ഇൻ ടു അനദർ ഫോം. ഒരു ഫോമിലുള്ള എനർജിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, വേറൊരു ഫോമുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതിന് എന്ത് പറയാം, ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയാം. ഏകദേശം സെയിം തന്നെയാണ്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ലൗഡ് സ്പീക്കർ അല്ലേ? ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ എനർജി വരും അതിൻ്റെ ഒരു ഭാഗത്ത്, അത് വന്നിട്ട് എന്ത് ചെയ്യും, ഈ ലൗഡ് സ്പീക്കറിൻ്റെ അകത്ത് കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ കണക്ഷൻസ് ഈ കറണ്ട് വരുമ്പം ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടായിട്ട് അവിടെ എയറിലൊരു സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇലക്ട്രിക്കൽ എനർജിനെ സൗണ്ടാക്കി മാറ്റുന്നുണ്ടായി ഒരു ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ മൈക്രോഫോൺ നേരെ തിരിച്ചതിൻ്റെ ഫസ്റ്റ് ഭാഗം മൈക്ക് എന്താണ്, ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പം ഇവിടെ ഒരു മൈക്ക് ഉണ്ട്, ആ മൈക്കിൻ്റെ സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റക്ട് ചെയ്തിട്ട് അത് സെൻസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റി അത് സ്റ്റോർ ചെയ്യുന്നു, നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ സെൻസിങ് അവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, ഒരു ട്രാൻസ്ഡക്ഷൻ എന്നുള്ളൊരു പ്രോസസ്. ട്രാൻസ്ഡക്ഷൻ ഓക്കെ. അപ്പം ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് പ്രോസസ് കമ്പൈൻ ചെയ്തിട്ടാണ്. ഒരു സെൻസിങ് ഉണ്ടാവും അവിടെ ആദ്യം, പ്ലസ് ട്രാൻസ്ഡക്ഷൻ, ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റുക, ഇൻടു യൂസ്ഫുൾ ഫോം, രണ്ടും യൂസ്ഫുൾ ഫോമിലേക്ക് മാറ്റും. അതായത് എൻ്റെ ശബ്ദം ഇലക്ട്രിക്കൽ സിഗ്നലാക്കി റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതൊരു യൂസ്ഫുൾ ഫോമാണ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, ഇലക്ട്രിക്കൽ സിഗ്നൽ തിരിച്ച് നിങ്ങളെ സ്പീക്കർ എന്ത് ചെയ്യും, നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ സിഗ്നൽ തിരിച്ച് കൺവേർട്ട് ചെയ്ത് ശബ്ദമാക്കി മാറ്റുകയാണ്, അഗൈൻ ഒരു യൂസ്ഫുൾ സിഗ്നലാക്കി മാറ്റുകയാണ്. അപ്പം നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിൾ ആണ്. സോ സെൻസർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെൻസ് ചെയ്യും, അതായത് യൂഷ്വലി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ എത്ര ഹ്യൂമിഡിറ്റി ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈറ്റ് മെഷർ ചെയ്യുക, നമ്മൾ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുക, ഇതിനൊക്കെയാണ് നമ്മൾ സെൻസേഴ്സ് ഉപയോഗിക്കുക. ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫിനോമിനെ വേറൊരു രീതിയിലേക്ക് മെഷർ ചെയ്തിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വെക്കും, ഡിജിറ്റൽ ഓർ അനലോഗ് ഫോമിലേക്ക് മാറ്റാം. അതാണ് സെൻസർ. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യൂസ്ഫുൾ അല്ലെങ്കിൽ ഒരു എനർജീനെ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി ഫോമിലേക്ക് നമ്മൾ കൺവേർഷൻ നടക്കുന്നുണ്ട്, അവിടെ കൺവേർഷൻ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുക. സോ ട്രാൻസ്ഡ്യൂസർ മീൻസ് സെൻസർ പ്ലസ് ഒരു ട്രാൻസ്ഡക്ഷൻ ആണ്. അപ്പം ഈ ടേം ഒന്ന് ഓർത്ത് വെക്കുക, എക്സാമിൽ ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ട്രാൻസ്ഡക്ഷൻ. കൺവേർഷൻ ഫ്രം വൺ എനർജി ഫോം ടു അനദർ ഈസ് കോൾഡ് ട്രാൻസ്ഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഐഡിയ. ബാക്കി നമുക്ക് കുറച്ച് സ്ലൈഡും കൂടെ നോക്കാം. ഓക്കെ, സോ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂണിറ്റ് 1 നമ്മളത്തെ ഓൾറെഡി പറഞ്ഞു. അപ്പം ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കാം നിങ്ങൾ. എന്താണ് ഒരു സെൻസർ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് റിസീവ്സ് ആൻഡ് റെസ്പോണ്ട് ടു എ സിഗ്നൽ അല്ലേ? ഒരു സിഗ്നൽ റിസീവ് ചെയ്യുകയും ചെയ്യും, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. അതായത് ഒരു ടെമ്പറേച്ചർ, റൂമിലെ ടെമ്പറേച്ചർ അളക്കാൻ വെച്ച ഒരു ഡിവൈസ് ഉണ്ടാവും, തെർമോമീറ്ററിലെ,
അതെന്ത് ചെയ്യും, ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. ഓക്കെ, റീഡബിൾ ഫോമാണ് അവിടെ നമ്മൾ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഫോമിലേക്ക് മാറ്റുന്നേ ചെയ്യുന്നുള്ളൂ അവിടെ. ഓക്കെ, എ സെൻസർ ഈസ് എ ഡിവൈസ് ദാറ്റ് മെഷർ എ ഫിസിക്കൽ quantity and converts it into a signal which can be read by a observer or by an instrument. അപ്പോൾ സെൻസർ എന്ത് ചെയ്യും, സെൻസ് ചെയ്തിട്ട് ഒരു ഹ്യൂമണിന് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മെഷീൻ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കും. ഇപ്പം എ സി അല്ലെ, എ സിയിലെ ഹീറ്റ് ടെമ്പറേച്ചർ അവർ സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ മെഷീന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൻസർ എന്ന് പറയുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ പ്രഷർ സെൻസർ മൈറ്റ് ഡിറ്റക്ട് പ്രഷർ. ഒരു പ്രഷർ സെൻസർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എ മെക്കാനിക്കൽ ഫോം ഓഫ് എനർജി ആൻഡ് കൺവേർട്ട് ഇൻ ടു എ ഇലക്ട്രിസിറ്റി ഫോർ ഡിസ്പ്ലേ അറ്റ് റിമോട്ട് ഗേജ്. നമ്മൾ ദൂരെ എവിടെയെങ്കിലും ഉള്ള ഒരു ഡിവൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രഷർ നമുക്ക് അറിഞ്ഞിട്ട് അതിന് സെൻസ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. അതാണ് ഒരു പ്രഷർ സെൻസർ, ഒരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ടെമ്പറേച്ചർ അളക്കാൻ തെർമോമീറ്റർ, അല്ലെങ്കിൽ വണ്ടിയുടെ ഹീറ്റ് അളക്കാനുള്ള അല്ലെ എഞ്ചിൻ ഹീറ്റ് അളക്കുന്ന സാധനം, ഇതൊക്കെ സെൻസേഴ്സ് ആണ്. സോ രണ്ടാമത്തെ ടേം ട്രാൻസ്ഡ്യൂസർ, എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ. അതാണ് പറഞ്ഞത്, ഒരു ഫോം ഓഫ് എനർജി എക്സിനെ എന്താക്കി മാറ്റും, എനർജി വൈ ആക്കി മാറ്റുന്നുണ്ട്. അതാണ് എന്ത്, ട്രാൻസ്ഡ്യൂസർ. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഈസ് നോൺ ആസ് ട്രാൻസ്ഡക്ഷൻ. അതായത് ഇ ഓഫ് എക്സ് എനർജി ഇൻ വൺ ഫോം, എക്സ് ഫോമിലുള്ള എനർജിന് വൈ ഫോമിലാക്കുന്ന ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ആ ടേംസ് ഓർത്ത് വെക്കുക. The conversion can be from electrical or electromechanical or electromagnetic, some different form ആണ്. ഇലക്ട്രിക്കൽ ടു ഇലക്ട്രോമാഗ്നറ്റിക്, അല്ലെങ്കിൽ അതേപോലെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ടു ഇലക്ട്രോമെക്കാനിക്കൽ. നമ്മൾ മോട്ടോറൊക്കെ അല്ലേ, എന്താണ് ഇലക്ട്രിക് എനർജി കൊടുത്താൽ മെക്കാനിക്കലാക്കി മാറ്റും. ഡൈനാമോ ആണ് നേരെ തിരിച്ച് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കലാക്കി മാറ്റും. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നോക്കാം. So there are two parts of transduction. ഞാൻ നേരത്തെ പറഞ്ഞു, സെൻസിങ് പാർട്ട് ആൻഡ് ട്രാൻസ്ഡക്ഷൻ പാർട്ട്. അങ്ങനെ രണ്ട് പാർട്ടാണുള്ളത്. സോ സെൻസിങ് എലമെന്റ് ആൻഡ് ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. The transducer has many other parts like amplifier, signal processing element or power supply, calibrate. ഇപ്പം ഒരു ട്രാൻസ്ഡ്യൂസറിൽ മെയിൻ പാർട്ടാണ് ഈ പറഞ്ഞ സെൻസിങ് പാർട്ട് എന്ന് പറയുന്നതും ട്രാൻസ്ഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. അതല്ലാതെയും വേറെയും ചില കോമ്പോണൻസുകൾ ഉണ്ട്. ഇപ്പോൾ ഒരു ലൗഡ് സ്പീക്കറിന്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ആംപ്ലിഫയേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഈ ലൗഡ് സ്പീക്കറിന്റെ ടൈപ്പിനനുസരിച്ചിട്ട് ഉണ്ടാവും, അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇന്റർണൽ സർക്യൂട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം വേറെയും കോമ്പോണൻസ് ഉണ്ട് ഇൻസൈഡ് എ ട്രാൻസ്ഡ്യൂസർ. ബട്ട് മെയിൻ ആയിട്ട് 2 കോമ്പോണൻസ് ആണ്, സെൻസറും സെൻസിങ് എലമെന്റും ഒരു ട്രാൻസ്ഡക്ഷൻ എലമെന്റും. ഓക്കെ, അതെന്താന്ന് നോക്കാം നമുക്ക്. എ സെൻസിങ് ഓർ detector element. It is the part of the transducer which give the response to the physical sensation. So physical sensation ഒരു സെൻസേഷൻ തരും നമുക്ക്, ഒരു റിസൾട്ട് തരും നമുക്ക്. അതാണ് നേരത്തെ പറഞ്ഞ സെൻസർ എന്താണെന്നുള്ളത് തന്നെയാണ്. To the response of the sensing element depending on the physical phenomenon. നമ്മൾ ഫിസിക്കൽ ഫിനോമിനൻ അനുസരിച്ച്, അപ്പോൾ ടെമ്പറേച്ചർ അളക്കാളാണെങ്കിൽ ടെമ്പറേച്ചർ തരും, പ്രഷർ അളക്കാളാണെങ്കിൽ പ്രഷർ തരും. അങ്ങനത്തെ എന്താണോ നമ്മൾ അളക്കുന്ന ഫിനോമിനൻ, അവിടെ സെൻസ് ചെയ്യുന്ന ഫിനോമിന, അതിനനുസരിച്ചുള്ള റിസൾട്ട് ആണ് ആര് തരിക, ഒരു സെൻസർ തരിക. ദെൻ രണ്ടാമത്തെ ട്രാൻസ്ഡക്ഷൻ എലമെന്റ്, ഈ പാർട്ടാണ്. The transduction element converts the output of the sensing element into an electrical signal. This element is also called the secondary transducer. അതായത് ഈ ട്രാൻസ്ഡ്യൂസറിൽ നമ്മൾ പറഞ്ഞു സെൻസിങ്ങും ഉണ്ട് ട്രാൻസ്ഡക്ഷനും ഉണ്ട്. അപ്പോൾ സെൻസ് ചെയ്തതിൻ്റെ റിസൾട്ട് എവിടേക്ക് പോകും, ഈ ട്രാൻസ്ഡക്ഷനിലേക്ക് പോകും. ഇതെന്ത് ചെയ്യും, അതിനെ ഒരു ന്യൂ എനർജി ആക്കിയിട്ട്, ന്യൂ ഫോം ഓഫ് എനർജി ആക്കിയിട്ട് മാറ്റിത്തരും. ഓക്കെ, സോ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ സെൻസിങ് എലമെന്റ്, ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. സോ ആദ്യം അത് സെൻസ് ചെയ്യും. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സെൻസ് ചെയ്യുന്ന പാർട്ടാണ്. സെൻസ് ചെയ്തിട്ട് നമുക്ക് ഒരു റിസൾട്ട് കിട്ടും, സെൻസിങ് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ടെമ്പറേച്ചർ, ഇപ്പോൾ എ സി ആണെങ്കിൽ എ സി വർക്കിംഗ് നോക്കാം അല്ലേ, അതെന്ത് ചെയ്യും, ടെമ്പറേച്ചർ സെൻസ് ചെയ്യും റൂമിൽ. ഇപ്പോൾ ടെമ്പറേച്ചർ കുറവാണെന്ന് കിട്ടി, ഇപ്പോൾ കുറവാണെങ്കിൽ അത് ട്രാൻസ്ഡക്ഷൻ ആണ് അടുത്ത് എന്ത് ചെയ്യും, അതിന് ഒരു ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, എ സി ഒന്നുകൂടെ കൂടുതൽ വർക്ക് ചെയ്ത് ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയുള്ള വർക്കിംഗ് നടത്തും. അതാണ് രണ്ടാമത്തെ ആക്ഷനാണ് അത്, ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. സോ അതിലൊരു ഫോമിൽ നിന്ന് മറ്റേ ഫോമിലേക്ക് മാറ്റി, സെൻസ് ചെയ്തതിന് എന്ത് ചെയ്യും, ആ എ സി വർക്ക് ചെയ്യുന്ന ഫോമിലേക്ക് മാറ്റി അവിടെ. സോ സെൻസിങ്ങിന്റെ റിസൾട്ട് നേരെ ട്രാൻസ്ഡക്ഷൻ പാർട്ടിലേക്ക് പോകും, അതെന്ത് ചെയ്യും, ആക്ട് ചെയ്യും അവിടെ. ക്ലിയർ ആണോ?
ഇതാണ് സെൻസറും ആൻഡ് ട്രാൻസ്ഡ്യൂസറും തമ്മിൽ മെയിനായിട്ട് നമ്മൾ ഡിഫറൻസ് പറയാനുള്ളത്. അപ്പം ഒരു എക്സാമ്പിളാണ് സെൻസറും ട്രാൻസ്ഡ്യൂസറും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞൊരു പബ്ലിക് അഡ്രസ് സിസ്റ്റമാണ്. അപ്പോൾ ഒരാൾ, ഞാൻ സംസാരിക്കുകയാണ്, അപ്പം ഇവിടെ എന്തുണ്ട്, ഒരു മൈക്ക് ഉണ്ട്. ഇത് മൈക്രോഫോൺ ആണിത്. ഇതൊരു മൈക്രോഫോണാണ്, റെഡ് കളറുള്ളത്. അപ്പം സൗണ്ട് സിഗ്നൽസ് വന്നിട്ട് എന്ത് ചെയ്യും, മൈക്രോഫോണിൽ ഹിറ്റ് ചെയ്യും. മൈക്രോഫോൺ അതിൻ്റെ അകത്ത് കുറച്ച് ആക്ഷൻസ് നടക്കുന്നുണ്ട് ഡിപ്പെൻഡിങ് ഓൺ മൈക്രോഫോൺ. ഇപ്പോൾ ഒരുപാട് ടൈപ്പ് മൈക്രോഫോൺ ഉണ്ട്. മൂവിങ് കോയിൽ ഉണ്ട്, പീസോ ഇലക്ട്രിക് മൈക്രോഫോൺ ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് മൈക്രോഫോൺസ് ഉണ്ട്. കപ്പാസിറ്റർ മൈക്രോഫോൺ ഉണ്ട്. അപ്പം ഏതോ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏതോ ഒരു സെൻസിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ നമ്മുടെ മൈക്രോഫോൺ എന്ത് ചെയ്യും, അത് സെൻസ് ചെയ്യും. അതിനെന്ത് ചെയ്യും, തിരിച്ച് നേരെ ആംപ്ലിഫയറിലേക്ക് പോകും. ഇവിടെ നേരെ അത് ആംപ്ലിഫയറിലേക്ക് പോകും. ഓക്കെ, ആംപ്ലിഫയർ നമുക്ക് സൗണ്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആംപ്ലിറ്റ്യൂഡ് കൂട്ടും. അതിന് നേരെ നെക്സ്റ്റ് പാർട്ട് എവിടേക്കാണ്, ഇവിടെ ലൗഡ് സ്പീക്കറിലേക്ക് പോകും. ഓക്കെ, ലൗഡ് സ്പീക്കറിൽ അതെന്ത് ചെയ്യും, അഗെയിൻ ഇവിടെ ലാസ്റ്റ് ഇവിടെ സൗണ്ട് നമുക്കൊന്ന് കിട്ടും, പ്രൊഡ്യൂസ് സൗണ്ട്. എന്താണോ നമ്മൾ ഇവിടെ സംസാരിച്ച സൗണ്ട്, അത് നമുക്ക് എവിടെ കിട്ടും, ഇവിടെ കിട്ടും. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇവിടെ സെൻസിങ് എവിടെ നടക്കുന്നത് എന്ന് കാണാം അല്ലേ. എവിടെ സെൻസിങ് നടക്കുന്നത്, ഈ ഒരു മൈക്രോഫോണിൻ്റെ ഭാഗത്താണ് എന്ത് നടക്കുന്നത്, സെൻസിങ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു മൈക്രോഫോണിൻ്റെ ഭാഗത്താണ് ഇവിടെ സെൻസിങ് നടക്കുന്നത്. അത് സെൻസ് ചെയ്തതിൻ്റെ റിസൾട്ട് ഇലക്ട്രിക്കൽ എനർജി നേരെ ഇതിൽ പോയിട്ട് ഇവിടെ എത്തും, ഈ ആംപ്ലിഫയറിലെത്തും. ആംപ്ലിഫൈ ചെയ്ത് അഗെയിൻ നേരെ പോയി ഇവിടെ ലൗഡ് സ്പീക്കറിലേക്ക് എത്തും. സോ ലൗഡ് സ്പീക്കറിൻ്റെ സെൻസിങ് എലമെന്റ് സെൻസ് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി സെൻസ് ചെയ്യും. അതെന്ത് ചെയ്യും, സൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് പുറത്തേക്ക് വരും. ക്ലിയർ ആണോ? സോ ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് വരാനുള്ളത്. സെൻസേഴ്സും അതേപോലെ ട്രാൻസ്ഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതൊന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസർ, രണ്ട് പിക്ചർ കാണാം, എന്തോ രണ്ട് പിക്ചേഴ്സ് ആണ് നോക്കാം നിങ്ങൾ. One of the main difference between sensor and transducer is that a transducer is a device that can convert energy from one form to another. നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് ഡെഫിനിഷൻ ആണത്. സോ ഇറ്റ് ഈസ് എ ഒരു വീഡിയോ ആണ്, അപ്പോൾ അത് റൺ ചെയ്യും, സമയം എടുക്കും. ഓക്കെ, സോ whereas a sensor is a device that can detect a physical quantity and convert the data into an electrical signal. ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് മാറ്റും. യൂഷ്വലി ഇലക്ട്രിക്കൽ ആണ് ആക്കുന്നത്, അനലോഗ് ഓർ ഡിജിറ്റൽ ഫോമിലേക്കാണ് മാറ്റുന്നത്. സെൻസേഴ്സ് ആർ ഓൾസോ എ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ. സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഒരു എല്ലാ ട്രാൻസ്ഡ്യൂസറിലും എന്തുണ്ടാവും, ഒരു സെൻസിങ് എലമെന്റ്, ഒരു സെൻസർ ഉണ്ട്. പക്ഷേ എല്ലാ സെൻസറും എന്തല്ല, ട്രാൻസ്ഡ്യൂസർ അല്ല. ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ആദ്യം ഡെഫിനിഷൻ ആണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ഒന്ന് നോക്കാം. ഇൻപുട്ട് ഒരു സിഗ്നൽ പോകും, അത് സെൻസ് ചെയ്യും. ആ സെൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു ഔട്ട്പുട്ട് സിഗ്നൽ അവിടെ കിട്ടുന്നുണ്ട്. ദ സെൻസർ ഈസ് എ ഡിവൈസ് ദാറ്റ് മെഷർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് പ്രോബ്ലി ഹീറ്റ് അല്ലെങ്കിൽ ഹൈറ്റ്, ലൈറ്റ്, സൗണ്ട്, ഇതൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. ഇൻ ടു ആൻ ഈസിലി റീഡബിൾ സിഗ്നൽ, അതായത് നമുക്ക് മനസ്സിലാവുന്ന ഒരു സിഗ്നൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് വോൾട്ടേജ് ഓർ കറണ്ട് ഒക്കെ ആയിട്ട് മാറ്റുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് അക്യുറേറ്റ് റീഡിങ് ആഫ്റ്റർ കാലിബ്രേഷൻ. കാരണം അങ്ങനെ റീഡ് ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ളൊരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എത്ര ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അറിയില്ല അല്ലേ. ഒരു ഡിവൈസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനാണ് ഈ സെൻസേഴ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ യൂഷ്വലി ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഡെഫിനിഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ, ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ ഒരു എനർജി നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും, അനലോജിക്കൽ നോർമലൈസ്ഡ് സിഗ്നൽ, ഒരു അനലോഗ് ഓർ ഡിജിറ്റൽ സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി അല്ലേ. ഒരു ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ഫോമിലേക്ക് അതിനെ മാറ്റുന്നുണ്ട്. ട്രാൻസ്ഡ്യൂസേഴ്സ് ദീസ് ആർ ഓഫൺ എംപ്ലോയിഡ് അറ്റ് ദി ബൗണ്ടറീസ് ഓഫ് ഓട്ടോമേഷൻ. നമ്മൾ സാധാരണ ഈ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്ന എവിടെയാണ്, ഓട്ടോമേഷൻ അല്ലെ, ഓട്ടോമാറ്റിക് കൺവേർഷൻ, അതായത് ഓട്ടോമാറ്റിക് ആക്കാനാണ്. ഇപ്പോൾ ഡോർ ഓട്ടോമാറ്റിക് ആവുന്നു, ടെമ്പറേച്ചർ AC ഓട്ടോമാറ്റിക് കട്ട് ആവുന്നു, ഓൺ ആവുന്നു, ഒക്കെ ഓട്ടോമേഷൻ്റെ ഒരു പടിവാതിലാണ് എന്ത് പറയുക, ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ബൗണ്ടറീസ് ഓഫ് ഓട്ടോമേഷൻ, മെഷർമെൻറ്റ്
or control system where electrical signals are converted to and from other physical quantities. So ഒരു physical quantity വേറെ ഫോമിലേക്കല്ല തിരിച്ചു മറിച്ച് മാറ്റുന്നതാണെന്ന് പറയാം ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. The process of converting one form of energy to another is known as transduction. This process, transduction, one form to another form, ആ process ആണെന്ന് പറയാം transduction എന്ന് നമ്മൾ പറയുന്നത്. So now difference between sensors and transducers നോക്കാം നമുക്ക്. So first sensor, which converts one physical quantity into electrical quantity. Normally electrical quantity ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് one form നിന്ന് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ ആയിട്ടാണ് സാധാരണ കൺവേർട്ട് ചെയ്യുക. Then transducers, which converts one form of energy into another form. ഒരു form of energy നെ വേറെ ഫോമിലേക്ക് മാറ്റുന്നു. Then sensors just sense the physical quantity, it does not convert to any other form. നേരത്തെ നമ്മൾ പറഞ്ഞു സെൻസർ സെൻസ് ചെയ്യുന്ന മാറ്റുള്ളൂ, വേറെ ഫോമിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കൺവേർട്ട് ചെയ്യുന്നില്ല. ഹ്യൂമൻ എന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ നമ്മൾ ഒരു ഫോമിലേക്ക് കാക്കും. Then transducers means sensor plus transduction element. Already നമ്മൾ പറഞ്ഞതാണത്. Sensor which can respond to a change in physical parameters, produced a change in the physical parameter that can be sensed. Physically നമുക്ക് ഉണ്ടാവുന്ന ഫിനോമിനൻ ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ സെൻസേഴ്സ് ഉപയോഗിക്കുന്നത്. Transducer which convert a change in physical parameter into യൂസ്ഫുൾ ഫോം, ഒരു യൂസ്ഫുൾ ഫോമിലുള്ള എനർജിയിലേക്ക് മാറ്റുന്നതിന് എന്ത് പറയാം, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. Sensor is nothing just a primary element which senses any physical phenomenon or it gives an indication in any change of the physical phenomenon. ഒരു physical phenomenon just ഒരു another physical phenomenon ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാം. Every transducer is always having a sensor, but every sensor does not to be ട്രാൻസ്ഡ്യൂസർ. അതായത് എല്ലാ ട്രാൻസ്ഡ്യൂസറിലും എന്തുണ്ട്, ഒരു സെൻസർ ഉണ്ടാവും, സെൻസിങ് എലമെന്റ് ഉണ്ട്. പക്ഷേ സെൻസേഴ്സിൽ എന്തുണ്ടാവില്ല, ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവില്ല. ഓക്കെ. സെൻസർ ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്. മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് ഈസ് അനലോഗ് ഓർ ഡിജിറ്റൽ. ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആണ് ഉണ്ടാവുക സെൻസറിന്റെ ഔട്ട്പുട്ട്. ആൻഡ് ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട് എന്താണ്, ഓൾവേസ് നോട്ട് ബി ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്. എപ്പോഴും അത് എന്താവണമെന്നില്ല, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആവണമെന്നില്ല. ഓക്കെ. ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്കാണ്, അപ്പം എപ്പോഴും ഇലക്ട്രിക്കൽ തന്നെ ആവണം നിർബന്ധമില്ല. A sensor is a complete assembly required to detect and communicate a particular event. A transducer is the element within that assembly which accomplishes only the detection of the event. നമുക്ക് ഡിറ്റക്ഷൻ ഓഫ് ഇവന്റിനനുസരിച്ച് മാറും. സോ എക്സാമ്പിൾസ് ആണ് സെൻസേഴ്സിന്. പ്രോക്സിമിറ്റി സെൻസേഴ്സ്, മാഗ്നറ്റിക് സെൻസർ, accelerometer, barometer are the examples of sensors. എന്തിനൊക്കെ ഉള്ളതെന്ന് നോക്കാം. പ്രോക്സിമിറ്റി നമ്മൾ മൂവ്മെന്റ് അളക്കാനുള്ളത്, അതേപോലെ മാഗ്നറ്റിക് സെൻസ്, മാഗ്നറ്റിക് പവർ അളക്കാനുള്ളത്, സ്പീഡ് അളക്കാനുള്ളത്, അങ്ങനത്തതൊക്കെയാണത്. ദ തെർമിസ്റ്റോർ ആൻഡ് തെർമോകപ്പിൾ ഈസ് ദ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ഡ്യൂസർ. ഇത് ടെമ്പറേച്ചറിനെ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. സോ ഇത്രയാണ് ഈ ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് ഞാൻ തരും, അതൊന്ന് ആൻസർ ചെയ്യണം. അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെന്റ് പോലെ സബ്മിറ്റ് ചെയ്താൽ മതി. ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. ഡിഫൈൻ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസർ വിത്ത് എക്സാമ്പിൾസ്. സെൻസറും ട്രാൻസ്ഡ്യൂസറും എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ നോക്കിയിട്ട് വേണം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what are the difference between sensors and transducers? ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ കാണിച്ച വീഡിയോയിലുള്ള ഡിഫറൻസ് ഒരു 2 കോളായിട്ട് തന്നെ എഴുതി പഠിക്കാം. അപ്പം ഈസി ഉണ്ടാവും, മനസ്സിലാക്കാൻ സുഖം ഉണ്ടാവും. ദെൻ what is mean by transduction? What is mean by this transduction? അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ഇൻട്രൊഡക്ഷൻ ആണ് മാത്രമാണ്, എന്താണ് സെൻസർ, എന്താണ് ട്രാൻസ്ഡ്യൂസർ എന്നുള്ളത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.